ഹായ് എവ്രി വൺ. എലിമിനേഷൻ റിയാക്ഷൻ ആണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപായി ചെറിയൊരു സിമ്പിൾ റിയാക്ഷൻ എഴുതിക്കൊണ്ട് നമുക്ക് ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ് CH2 ഡബിൾ ബോണ്ട് CH2 എത്തീൻ എടുക്കുകയാണ്. ഇവിടെ ഞാൻ സിംപ്ലി HCl ആഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഇതിൻ്റെ അഡിഷൻ പ്രൊഡക്റ്റ് എഴുതാം അല്ലേ? എങ്ങനെ എഴുതാം? CH3CH2Cl എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഈ പർട്ടിക്കുലർ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, അഡിഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ? ദിസ് ഇസ് കോൾഡ് അഡിഷൻ റിയാക്ഷൻ. സോ എന്താണ് ഇവിടെ നടക്കുന്നത്? യെസ്, ആൽക്കീനിൽ നിന്ന് ഒരു ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യുന്നു അല്ലേ? ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യുന്നു. ദിസ് പർട്ടിക്കുലർ റിയാക്ഷൻ ഈസ് കോൾഡ് അഡിഷൻ റിയാക്ഷൻ. ഇനി ഇതിൻ്റെ നേരെ റിവേഴ്സ് ആണെങ്കിലോ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എലിമിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. നോക്കിക്കോളെ, അതായത് നമ്മളൊരു CH3CH2Cl, ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമ്മളൊരു ബേസ്, നമ്മുടെ റിയാക്ഷൻ കണ്ടീഷനിൽ ബേസ് ഉണ്ടാകും. ആൻഡ് വി ഷുഡ് പ്രൊവൈഡ് വോട്ട്, ഒരു ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഹയർ ടെമ്പറേച്ചർ ആണെങ്കിൽ എന്ത് ചെയ്യും? യെസ്, നമുക്ക് ആൽക്കീൻ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. സോ ബേസിക്കലി സിംപ്ലി നമ്മൾ പറയും, ഇൻ പ്രസൻസ് ഓഫ് എ ബേസ്, ഒരു ആൽക്കൈൽ ഹാലൈഡ് ആൽക്കീനായി കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എലിമിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് യെസ്, ദർ വിൽ ബി സം കോമ്പറ്റീഷൻ ബിറ്റ്വീൻ എലിമിനേഷൻ റിയാക്ഷൻ ആൻഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. അത് നമുക്ക് നോക്കിക്കാണാം. അതിനു മുൻപായി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നോക്കിയേ, an elimination reaction is a type of organic reaction in which two atoms or groups, അതായത് ഇവിടെ നിന്ന് എന്തൊക്കെയാണ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത്? യെസ്, ഹൈഡ്രജനും സിയലും അല്ലേ, ഈസ് റിമൂവ്ഡ് ഫ്രം എ മോളിക്യൂൾ റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട്. നമുക്ക് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ തൽക്കാലത്തേക്ക് ഡബിൾ ബോണ്ടിൻ്റെ പഠിച്ചാൽ മതി. ആൽക്കൈനും ഇതേ പ്രോസസ്സ് തന്നെയാണ്. ഇറ്റ് ടിപ്പിക്കലി ഒക്കേഴ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് എ ബേസ് ഓർ ഹീറ്റ്. അപ്പോൾ ഈ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇവരെ ഫെർദറായി നമ്മൾ എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? E1, E2 ആൻഡ് E1CB എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൾ റൈറ്റ്, അപ്പോൾ ഇവരുടെയൊക്കെ മെക്കാനിസം നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഇനി ഏത് കണ്ടീഷനിൽ എലിമിനേഷൻ റിയാക്ഷൻ നടക്കും, ഏത് കണ്ടീഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയി നമുക്ക് സംസാരിക്കാം. കുറച്ച് പോയിന്റ്സും കൂടെ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. നോക്കൂ, ആദ്യമായി E1 റിയാക്ഷൻ, എലിമിനേഷൻ റിയാക്ഷൻ 1 നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. SN1 റിയാക്ഷൻ അല്ലേ? അതുമായി കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം. പക്ഷേ തൽക്കാലത്തേക്ക് ഞാൻ ഇതിനെ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു. നോക്കിക്കോളൂ, CH3 ആൻഡ് വി ഹാവ് വോട്ട് Cl. ഇനി നമുക്ക് റിയാക്ഷൻ കണ്ടീഷനിൽ ഇവിടെ വേണ്ടത് ഒരു വീക്ക് ബേസ് ആണ്. വീക്ക് ബേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെടുക്കാം? യെസ്, വീക്ക് ബേസിന് എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? യെസ്, CH3OH, മെത്തനോളോ എത്തനോളോ നിങ്ങൾ എടുത്താൽ മതി. ഇവിടെ സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് എന്താണ്? യെസ്, വാട്ടർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ E1 റിയാക്ഷനിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ദിസ് ഇസ് എ 2-സ്റ്റെപ്പ് പ്രോസസ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 1. ഓക്കെ, ദിസ് ഇസ് എ സ്റ്റെപ്പ് 1. ഇവിടെ എന്ത് ചെയ്യും? ആദ്യം ക്ലോറിൻ ആറ്റം Cl- ആയിട്ട് എലിമിനേറ്റ് ആവും. ലീവിങ് ഗ്രൂപ്പാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ വി ഗെറ്റ് സംതിങ് ലൈക്ക് എ കാർബോകാറ്റയോൺ. ദിസ് ഇസ് എ കാർബോകാറ്റയോൺ. എന്തായി? Cl- ലീവിങ് ഗ്രൂപ്പായിട്ട് എലിമിനേറ്റ് ചെയ്ത് പോയി. അതായത് E1 റിയാക്ഷൻ്റെ ഇൻ്റർമീഡിയേറ്റ് മനസ്സിലാക്കണം. E1 റിയാക്ഷൻ്റെ ഇൻ്റർമീഡിയേറ്റ് എന്താണ്? യെസ്, ഇറ്റ്സ് എ കാർബോകാറ്റയോൺ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? യെസ്, നമ്മളുടെ ബേസ് CH3OH വന്നിട്ട് എന്ത് ചെയ്യുന്നു? യെസ്, CH3OH വന്നിട്ട് നമ്മുടെ ഒരു ബീറ്റ ഹൈഡ്രജൻ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, ഇതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഇത് ആൽഫയാണ്, ഇതെന്താണ്? ബീറ്റ ഹൈഡ്രജൻ മസ്റ്റ് ആണ്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? യെസ്, ഒരു ബീറ്റ ഹൈഡ്രജനെ അക്സെപ്റ്റ് ചെയ്യുന്നു. യെസ്, ബീറ്റ ഹൈഡ്രജൻ അക്സെപ്റ്റ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഫോംസ് വോട്ട്? ആൻ ആൽക്കീൻ. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, CH3 ഡബിൾ ബോണ്ട് CH2, നമുക്ക് നമ്മുടെ ആൽക്കീൻ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അല്ലേ? ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. E1 റിയാക്ഷൻ എന്താണ്? യെസ്, ഇറ്റ്സ് എ 2-സ്റ്റെപ്പ് പ്രോസസ് ആണ്. നമ്മളിപ്പോൾ കണ്ടു അല്ലേ? ഇൻ്റർമീഡിയറ്റ് എന്താണ്? ഇൻ്റർമീഡിയറ്റ് യെസ്, കാർബോകാറ്റയോൺ. ഇൻ്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയും, ഇതിൻ്റെ 2 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു സ്ലോ സ്റ്റെപ്പ് ആയിരിക്കും.
അപ്പോൾ ഇവരുടെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെപ്പ് 1 ആണ്. യെസ്, റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഫസ്റ്റ് സ്റ്റെപ്പാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്? സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ ആണ്. സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ആൽക്കൈൽ ഹാലൈഡ് എങ്ങനെ വരും? യെസ്, ടേഴ്ഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി എന്ന് വരും. കാരണം ടേഴ്ഷ്യറി ആൽക്കൈൽ ഹാലൈഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യെസ്, നിങ്ങൾക്ക് ടേഴ്ഷ്യറി കാർബോകാറ്റയോൺ കിട്ടും വിച്ച് ഇസ് മോസ്റ്റ് സ്റ്റേബിൾ. ഓക്കെ, ഇനി അതുകൊണ്ട് തന്നെ നമ്മുടെ റേറ്റ് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ? യെസ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി കോൺസെൻട്രേഷൻ ഓഫ് വോട്ട് RX. നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? നോക്കിയേ, സോറി ഫോർ ദിസ്. ഇതെന്താണ്? ഇത് നെക്സ്റ്റ് സ്റ്റെപ്പിലാണ്. ബേസ് എവിടെയാണ് വരുന്നത്? നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് വരുന്നത് കേട്ടോ. ഇവർ റേറ്റ് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ? ദിസ് ഇസ് ദ സ്റ്റെപ്പ് 1. ആദ്യം ലീവിംഗ് ഗ്രൂപ്പാണ് എലിമിനേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാർബോകാറ്റയോൺ കിട്ടുന്നു. അപ്പോൾ ഇവരുടെ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. ബേസ് സെക്കൻഡ് സ്റ്റെപ്പിലാണ് വരുന്നത്. ഈ സ്റ്റെപ്പ് എന്താണ്? യെസ്, ദിസ് ഇസ് ദി ഫാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആരുടെ കോൺസെൻട്രേഷൻ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ? റേറ്റ് ആൽക്കൈൽ ഹാലൈഡിൻ്റെ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്തെടുക്കുന്നത്? യെസ്, ഒരു വീക്ക് ബേസ് നമ്മൾക്ക് മതിയാവുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഇവിടെ എന്താണ്? ഈവൻ റിയാക്ഷനിൽ നമുക്കൊരു വീക്ക് ബേസ് മതി. അതേസമയം E2 റിയാക്ഷനിൽ നമുക്ക് എന്ത് വേണം? ഒരു സ്ട്രോങ് ബേസ് വേണം. അതുകൊണ്ടാണ് ഇവിടെ 1 അല്ലെങ്കിൽ യൂണിമോളിക്കുലാർ റിയാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. യെസ്, വിൽ കോൾ ദിസ് ആസ് വാട്ട്? യൂണിമോളിക്കുലാർ റിയാക്ഷൻ. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് ഹാലജൻ എങ്ങനെ വരും? അതായത് നമുക്ക് ലെറ്റ്സ് സേ പറയുകയാണ് RI, ഓക്കെ, RBr, RCl ആൻഡ് വി ഹാവ് RF. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ, ഇവിടെ നോക്കിയേ നിങ്ങൾ, ഇതാ ആദ്യം എന്താണ്? ലീവിംഗ് ഗ്രൂപ്പാണ് എലിമിനേറ്റ് ആകേണ്ടത് അല്ലേ? അപ്പോൾ ലീവിംഗ് ഗ്രൂപ്പ് ടെൻഡൻസി ആർക്കാണ് കൂടുതൽ? യെസ്, I- എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ലീവിംഗ് ഗ്രൂപ്പായിട്ട് എലിമിനേറ്റ് ആകും, കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും I-. അപ്പോൾ നമ്മുടെ ഇൻ ടേംസ് ഓഫ് ഹാലജൻ എന്ത് വരും? ഓർഡർ RI, RBr, RCl, RF എന്നുള്ള രീതിയിൽ വരും. ഇനി അടുത്തത് ഇവിടെ എടുക്കേണ്ട സോൾവെൻ്റ് എന്താണ്? യെസ്, ഒരു പോളാർ പ്രോട്ടിക് സോൾവെൻ്റ് ആണ്. ഓൾ റൈറ്റ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എപ്പോഴാണ് ആക്ച്വലി എലിമിനേഷൻ റിയാക്ഷൻ നടക്കുക? എപ്പോഴാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുക? അപ്പോൾ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പാരിസൺ ഓഫ് E1 ആൻഡ് SN1 റിയാക്ഷൻ. ഇപ്പോൾ ഞാൻ ഈ റിയാക്ഷൻ എഴുതുമ്പോൾ തന്നെ ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാകും. CH3OH അല്ലേ? നമ്മുടെ SN1ലും CH3OH തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. സോൾവെൻറ്റും വാട്ടർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, അതായത് നമ്മുടെ ടെമ്പറേച്ചർ എന്തായിരിക്കണം? എലിമിനേഷൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 50 ആയിരിക്കണം. അതായത് സിംപ്ലി പറയുകയാണ്, അറ്റ് ഹൈ ടെമ്പറേച്ചർ ആരെ ഫേവർ ചെയ്യും? യെസ്, എലിമിനേഷൻ റിയാക്ഷൻ ഫേവർ ചെയ്യും. ഓക്കെ, ആൻഡ് അറ്റ് ലോ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? യെസ്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും ഫേവർ ചെയ്യുക. ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് നമുക്ക് ഈ കാര്യം നോക്കാം. ഞാൻ എന്താണ് പറയുന്നതെന്ന്. CH3 ഇതാ നോക്കിക്കോളൂ, CHBr CH3 ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഇവിടെ എന്താണ്? യെസ്, നമ്മളൊരു 80 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് വി ഹാവ് വാട്ട്? CH3OH ആൻഡ് വാട്ടർ, പോളാർ പ്രോട്ടിക് സോൾവെൻറ്റ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ എന്തായിരിക്കും? എലിമിനേഷൻ ഫേവേഴ്സ് ഓവർ വാട്ട്? സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എന്ത് ചെയ്യും? യെസ്, വി വിൽ ഗെറ്റ് വാട്ട്? CH3 CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ, എന്താ പറയുന്നത്? എലിമിനേഷൻ ഫേവേഴ്സ് ഓവർ വാട്ട്? സബ്സ്റ്റിറ്റ്യൂഷൻ. അതേസമയം ഇവിടെ ഇതേ റിയാക്ഷൻ CH3 CHBr CH3 എന്നുള്ളത് ഇവിടെ ഞാൻ എന്ത് കൊടുക്കുന്നു? യെസ്, മെത്തനോൾ കൊടുക്കുന്നു. ആൻഡ് വി ഹാവ് ടെമ്പറേച്ചർ ഞാൻ എന്ത് പറയുന്നു? ഒരു 15 ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ എന്ത് പറയുന്നു? ഒരു 25 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഫേവേഴ്സ് ഓവർ വാട്ട്? ഫേവേഴ്സ് ഓവർ എലിമിനേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടെ എന്ത് ചെയ്യും? ഈ BR അങ്ങ് CH3O- സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ്, വി വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ഇവിടെ ഹാപ്പൺ ചെയ്യുക. വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ്.
ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക? യെസ്, ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ എലിമിനേഷൻ ഫേവേഴ്സ് ഓവർ സബ്സ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ? ഇനി ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് എടുത്തു നോക്കാം. ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അക്വസ് എത്തനോൾ ഹീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി എലിമിനേഷനാണ് നടത്തേണ്ടത്. പക്ഷേ നിങ്ങൾ നോക്കിയേ, ഇവിടെ 2 ടൈപ്പിലുള്ള ബീറ്റ ഹൈഡ്രജൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ 2 രീതിയിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്തൊക്കെയായിരിക്കും? ഞാൻ ഇതിനെ β1 എന്നും ഇതിനെ ഞാൻ β2 എന്നും ഞാൻ വിളിക്കുകയാണ്. ഓക്കെ, β1 എന്നും β2 എന്നും. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? യെസ്, ഇവിടെ നിന്ന് എച്ചും സിയിലും എലിമിനേറ്റ് ചെയ്താൽ CH2 C CH2 CH3 എന്ന് എനിക്ക് കിട്ടും. ആൻഡ് β2 ആണെങ്കിലോ, യെസ്, ഐ വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ്, റൈറ്റ്? CH3 C ഡബിൾ ബോണ്ട് CH CH3 എന്നുള്ള രീതിയിലും എനിക്ക് കിട്ടും. ആൻഡ് വിച്ച് വൺ ഈസ് മൈ മേജർ പ്രൊഡക്റ്റ്? യെസ്, ഐ വിൽ സേ ദിസ് വിൽ ബി മൈ മേജർ പ്രൊഡക്റ്റ് ആൻഡ് ദിസ് വിൽ ബി മൈ മൈനർ പ്രൊഡക്റ്റ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്? കാരണം ഇതെന്താണ്? മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആണ്. മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ, അല്ലെങ്കിൽ നമ്മൾ പറയും ഇതിനെ സെയ്ഡ്സഫ് പ്രോഡക്റ്റ്. വിൽ കോൾ ദിസ് ആസ് വാട്ട്? സെയ്ഡ്സഫ് പ്രോഡക്റ്റ്. ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹോഫ്മാൻ പ്രൊഡക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നു. വിൽ കോൾ ദിസ് ആസ് ഹോഫ്മാൻ പ്രൊഡക്റ്റ്. യെസ്, ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ചില കുട്ടികളെങ്കിലും വിചാരിച്ചിട്ടുണ്ട് എപ്പോഴും സെയ്ഡ്സഫ് പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ പ്രൊഡക്റ്റ്, എപ്പോഴും സെയ്ഡ്സഫ് പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ പ്രൊഡക്റ്റ് റാദർ ദാൻ ഹോഫ്മാൻ പ്രൊഡക്റ്റ്. അങ്ങനെ ഒരു റൂൾ ഇല്ല കേട്ടോ. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് വരാം. നോക്കൂ, ഇവിടെ എന്താണ്? ദിസ് ഇസ് ദി ആൽഫ കാർബൺ ആൻഡ് ദീസ് ആർ ദി ബീറ്റ ഹൈഡ്രജൻസ്. അങ്ങനെയാണെങ്കിൽ ഐ വിൽ കോൾ ദിസ് ആസ് β1 ആൻഡ് ദിസ് ഇസ് β2. അങ്ങനെയാണെങ്കിൽ β1ൻ്റെ പ്രൊഡക്റ്റ് എഴുതിക്കോളൂ. എങ്ങനെയായിരിക്കും? I will have pH CH double bond CH CH CH3 and CH3. ഓക്കെ, ഇതാണ് β1. ഇനി β2 ആണെങ്കിലോ, യെസ്, β2 ആണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ്, റൈറ്റ്? pH CH2 CH ഡബിൾ ബോണ്ട് C CH3 CH3. നിങ്ങൾ പറയൂ, മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഏതാണ്? യെസ്, രണ്ടാമത്തതാണ് അല്ലേ? ഇതാണ് എൻ്റെ സെയ്ഡ്സഫ് പ്രോഡക്റ്റ്. യെസ്, ആൻഡ് ഇത് ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഹോഫ്മാൻ പ്രൊഡക്റ്റ് ആയിരിക്കും. ഹോഫ്മാൻ പ്രൊഡക്റ്റ്. പക്ഷേ ഞാൻ പറയും എൻ്റെ മേജർ പ്രൊഡക്റ്റ് ഇവിടെ ഹോഫ്മാൻ പ്രൊഡക്റ്റ് ആണ്, മൈനർ പ്രൊഡക്റ്റ് ആണ് സെയ്ഡ്സഫ് പ്രൊഡക്റ്റ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? ബിക്കോസ് ഈ ഡബിൾ ബോണ്ട് ഈസ് ഇൻ റെസണൻസ് വിത്ത് വോട്ട്? യെസ്, ബെൻസീൻ റിംഗ്. ഓക്കെ, ഡബിൾ ബോണ്ട് എന്താണ്? is in resonance with what? Is in resonance with the phenyl ring, benzene ring. അതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും? മോസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും എന്ത് ചെയ്യരുത്? സെയ്ഡ്സഫ് പ്രൊഡക്റ്റ് എപ്പോഴും മേജർ പ്രൊഡക്റ്റ് ആണെന്ന് പഠിച്ചു പോകരുത്. എന്താണ് കൃത്യമായിട്ടുള്ള കാര്യം? ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ്? 6 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ടല്ലേ? യെസ്, ഈ ആൽക്കിൻ സിസ്റ്റം നോക്കുകയാണെങ്കിൽ 3 3 6 6 ആൽഫ ഹൈഡ്രജൻസ്. ഇവിടെയാണെങ്കിലോ, ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻസ് ആണ്? 2 ആൽഫ ഹൈഡ്രജൻസ് ആണ്. അപ്പോൾ എന്താണ്? കുറച്ചുകൂടെ മേജർ സ്റ്റെബിലിറ്റി ആർക്കായിരിക്കും കൂടുതൽ? യെസ്, സെയ്ഡ്സഫ് പ്രൊഡക്റ്റിനാണ്. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ്? റെസണൻസിൽ ഇൻവോൾവ് ആണ്. അങ്ങനെയാകുമ്പോൾ ഈ ഹോഫ്മാൻ പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ കാര്യം? ഓക്കെ, അപ്പോൾ ഈവൻ റിയാക്ഷനെ പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മെക്കാനിസം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യെസ്, കമ്പാരിസണും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹോഫ്മാനും സെയ്ഡ്സഫ് പ്രൊഡക്റ്റും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്? E2 റിയാക്ഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ദാ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, CH2 CH3 പിന്നെന്താണ്? യെസ്, CH2X എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി. ഇനി എങ്ങനെ നിങ്ങൾ E1ഉം E2നെയും ഐഡൻറ്റിഫൈ ചെയ്യും? ഇവിടെ നമുക്ക് വേണ്ടത് ഒരു സ്ട്രോങ് ബേസ് ആണ്. സ്ട്രോങ് ബേസ്. ഓക്കെ, ഈവൻ റിയാക്ഷനിൽ എന്തായിരുന്നു? ഒരു വീക്ക് ബേസ് മതി. നമ്മൾ മിക്കവാറും യൂസ് ചെയ്യുക എത്തനോൾ പ്ലസ് KOH ആണ്. എന്താണ്? ആൽക്കഹോളിക് KOH, അല്ലെങ്കിൽ എത്തനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കഹോൾ ആണ് അല്ലേ? ആൽക്കഹോളിക് KOH. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആയിരിക്കും. സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ, നമ്മൾ SN2 പറഞ്ഞതുപോലെ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആയിരിക്കും. നോക്കിക്കോളെ, അപ്പോൾ നമ്മുടെ OH- വന്നിട്ട് ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, എക്സ് എന്ത് ചെയ്യും? X- ആയിട്ട് എലിമിനേറ്റ് ആവും. സിംപ്ലി നമുക്കൊരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് ഇവിടെ കിട്ടുക. അതായത് ഇറ്റ്സ് ലുക്ക് ലൈക്ക് ദിസ്, CH3 H ഉണ്ടാകും ആൻഡ് വി ഹാവ് വോട്ട്? യെസ്,
ഇവിടെ ഇങ്ങനെ ഉണ്ടാകും CH2 ആൻഡ് വി വിൽ ഹാവ് വോട്ട് എക്സ്. അതായത് ഇവിടെ എന്തായിരിക്കും, ഒരു ബോണ്ട് ബ്രേക്കിംഗ് ഉണ്ടാവും, ഇവിടെ ഒരു ബോണ്ട് ഫോർമേഷൻ ആൻഡ് വോട്ട് ബോണ്ട് ബ്രേക്കിംഗ്. ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. ആൻഡ് ഫൈനലി ഇതൊരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്. ദിസ് ഇസ് എ ട്രാൻസിഷൻ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് നോട്ട് ആൻ ഇൻ്റർമീഡിയറ്റ്, സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. അങ്ങനെയാകുമ്പോൾ ഫൈനലി വി വിൽ ഗെറ്റ് വോട്ട് നമ്മുടെ ആൽക്കീൻ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും, ആൽക്കീൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പോയിന്റ്സ് എഴുതി നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ എന്തൊക്കെയാണ് പറയേണ്ടത്. നമ്മൾ ഈവൻ റിയാക്ഷനിൽ എന്തൊക്കെ എഴുതിയോ അതൊക്കെ നമുക്കും ഇവിടെയും എഴുതണം. എത്ര സ്റ്റെപ്പ് പ്രോസസ്സാണ്? യെസ്, സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സാണ് അല്ലേ. ദിസ് എ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്, സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്. അടുത്തെന്താണ്? ഇൻ്റർമീഡിയറ്റിൻ്റെ ഫോർമേഷൻ ഉണ്ടോ? ഇല്ല, നോ ഇൻ്റർമീഡിയറ്റ് ഫോർമേഷൻ, നോ ഇൻ്റർമീഡിയറ്റ് ഫോർമേഷൻ. ഓക്കെ, ഓൺലി എന്താണ്? ഓൺലി ട്രാൻസിഷൻ സ്റ്റേറ്റ് ഈസ് ഫോംഡ്, ഓൺലി ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇനി അടുത്തെന്താണ്? റേറ്റ്. റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ആരൊക്കെ ഉണ്ട്? യെസ്, ഫസ്റ്റ് സ്റ്റെപ്പിൽ ആരൊക്കെ ഉണ്ട്? യെസ്, നമ്മുടെ ആൽക്കൈൽ ഹാലൈഡും ഉണ്ട്, അതേപോലെ നമ്മുടെ ബേസും ഉണ്ട്. യെസ്, സോ വി ഹാവ് അവർ ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് വാട്ട് ഓ ബേസ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഓർഡർ എന്തായിരിക്കും? യെസ്, ഇതൊരു ബൈമോളിക്കുലാർ റിയാക്ഷൻ ആണല്ലേ, ബൈമോളിക്കുലാർ റിയാക്ഷൻ. കാരണം എന്താണ്? യെസ്, ദിസ് ഇസ് 1 ആൻഡ് ദിസ് ഇസ് 1, 1 + 1 എന്ത് വരും? 2. ഇറ്റ്സ് എ ബൈമോളിക്കുലാർ റിയാക്ഷൻ. പിന്നെ എന്ത് പറയാം? യെസ്, നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രോങ് ബേസ് ആണല്ലേ. നോക്കണം, ഇതിൻ്റെ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ബേസിൻ്റെ കോൺസെൻട്രേഷനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് സോ വി നീഡ് വാട്ട്? എ സ്ട്രോങ് ബേസ് ലൈക്ക് ആൽക്കഹോളിക് KOH. ആൽക്കഹോളിക് KOHനെ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഇങ്ങനെ എഴുതാം കേട്ടോ, KOH + C2H5OH എന്നോ അല്ലെങ്കിൽ ETOH എന്നൊക്കെ നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ആക്ട് ആസ് എ സ്ട്രോങ് ബേസ്. ഇനി ഇവിടെയുള്ള സോൾവെൻ്റ് എന്താണ്? സോൾവെൻ്റ് നീഡഡ് ഈസ് പോളാർ അപ്രോട്ടിക് സോൾവെൻ്റ് ആണ്, പോളാർ അപ്രോട്ടിക് സോൾവെൻ്റ്. സോൾവെൻ്റ് നീഡഡ് ഈസ് പോളാർ അപ്രോട്ടിക്. പിന്നീട് റേറ്റ് ഓഫ് റിയാക്ഷൻ, നമ്മുടെ റേറ്റ് ഓഫ് റിയാക്ഷൻ ടുവേർഡ്സ് ആൽക്കൈൽ ഹാലൈഡ്. അപ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ, നമുക്ക് ഇപ്പോഴും കിട്ടുന്നത് എന്താണ്? ഒരു ആൽക്കീനാണ്. അപ്പോൾ നമുക്ക് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ. ശ്രദ്ധിക്കണേ, പ്രൊഡക്റ്റ് എന്താണ്? ആൽക്കീനാണ്. പ്രൊഡക്റ്റ് എന്താണ്? ആൽക്കീനാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഈ ആൽക്കീൻ എന്താവണം നമുക്ക്? യെസ്, ദിസ് ഷുഡ് ബി മോർ സബ്സ്റ്റിറ്റ്യൂട്ട്. മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ കിട്ടണമെങ്കിൽ നമുക്ക് എന്തെടുക്കണം? യെസ്, മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കണം. അതായത് RXൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ ടേഴ്ഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് എന്നുള്ള രീതിയിലായിരിക്കും ഓർഡർ വരിക, റേറ്റ് ഓഫ് റിയാക്ഷൻ. ഓക്കെ, ഇനി ടുവേർഡ്സ് ഹാലജൻ ആണെങ്കിലോ? ടുവേർഡ്സ് ഹാലജൻ ആണെങ്കിൽ റേറ്റ് എങ്ങനെ വരും? യെസ്, അത് വരിക RI ഗ്രേറ്റർ ദാൻ വോട്ട്? RBr, RCl ഗ്രേറ്റർ ദാൻ RF എന്നുള്ള രീതിയിൽ വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? കാരണം നമുക്ക് ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എന്ത് ചെയ്യണം? ഈ ഹാലജൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ RI ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, RI ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്? യെസ്, ഇതേപോലെ നമുക്ക് ഓർഡർ കിട്ടും. പോളാർ അപ്രോട്ടിക് ആണ് സോൾവെൻറ്റ്, സ്ട്രോങ് ബേസ് ആണ്, സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് ആണ്, ബൈ മോളിക്കുലാർ റിയാക്ഷൻ ആണ്. പിന്നീട് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ ഇവിടെയും ആപ്ലിക്കബിൾ ആയിരിക്കും. നമുക്ക് ഇതേപോലെ ഹോഫ്മാനും സെയ്റ്റ്സഫ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ E1 റിയാക്ഷനും E2 റിയാക്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയാണ് ഇവരെ കണ്ടുപിടിക്കുക എന്നുള്ളതും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 2 കേസസ് ആണ്. ശ്രദ്ധിക്കണേ, എന്തൊക്കെയാണ് പറയുന്നത്? 2 സ്പെഷ്യൽ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് എ ബൾക്കി ബേസ്, presence of bulky base, and another one is for alkyl fluorides. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവർ രണ്ടുപേരും എപ്പോഴും വന്നാലും ഇവിടെ എന്തായിരിക്കും? മേജർ പ്രൊഡക്റ്റ് വരിക ഹോഫ്മാൻ പ്രൊഡക്റ്റ് ആയിരിക്കും. മേജർ പ്രൊഡക്റ്റ് എപ്പോഴും എന്താണ്? ഹോഫ്മാൻ പ്രൊഡക്റ്റ് ആണ്. പ്രസൻസ് ഓഫ് എ ബൾക്കി ബേസ് ആൻഡ് ആൽക്കൈൽ ഫ്ലൂറൈഡ്. എന്താണ് ഈ ബൾക്കി ബേസ് എന്ന് പറഞ്ഞാൽ? ഒരു എക്സാമ്പിൾ ഞാൻ എഴുതി തരട്ടെ. ടേഴ്ഷറി ബ്യൂട്ടോക്സൈഡ്. ഓക്കെ,
ഇതിനെയാണ് നമ്മൾ ടേഴ്ഷ്യറി ബ്യൂട്ടോക്സൈഡ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി ഇങ്ങനെ BuO-K+ ടേഴ്ഷ്യറി ബ്യൂട്ടോക്സൈഡ് എന്ന് നമ്മൾ വിളിക്കും. ഇതെന്താണ്? ഒരു ബൾക്കി ബേസ് ആണ്. ശ്രദ്ധിക്കാം എന്താണ് കാര്യമെന്ന് നോക്കിക്കോളെ. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണ്, CH3CHBr ഓക്കെ. അപ്പോൾ എൻ്റെ ടേഴ്ഷ്യറി ബ്യൂട്ടോക്സൈഡ് ഞാനിവിടെ എഴുതുകയാണ്, നോക്കിക്കോളെ. എൻ്റെ ടേഴ്ഷ്യറി ബ്യൂട്ടോക്സൈഡ് എന്ന് പറഞ്ഞാൽ CH3 ഇവിടെ എന്തായിരിക്കും? O- ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 ടൈപ്പിലുള്ള ബീറ്റ ഹൈഡ്രജൻസ് കാണാൻ പറ്റും, ഇവിടെയും കാണാൻ പറ്റും. പക്ഷേ ഈ ടേഴ്ഷ്യറി ബ്യൂട്ടോക്സൈഡ് എന്താണ്? ഇറ്റ്സ് എ ബൾക്കി ബേസ്. വളരെ വലിയൊരു ഗ്രൂപ്പാണ് ഇവരല്ലേ. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇവിടെ പോയിട്ട് ഹൈഡ്രജൻ എബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് ഇവരെന്ത് ചെയ്യും? യെസ്, ഈ ടെർമിനലിലുള്ള ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? എക്സ്ട്രാക്ട് ചെയ്യും. മനസ്സിലാക്കണം എന്താ പറഞ്ഞതെന്ന്. ഇയാളെന്താണ്? ഒരു ബൾക്കി ബേസ് ആണ്. അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ ഒരു പൊസിഷനിൽ ഇവിടെ എന്തായിരിക്കും? സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ ഇവിടെ പോയിട്ട് ഹൈഡ്രജൻ എബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് എന്ത് ചെയ്യും? ഇയാൾ ഈ ടെർമിനലിലുള്ള ഹൈഡ്രജൻ എബ്സ്ട്രാക്ട് ചെയ്യും. അങ്ങനെ ഹൈഡ്രജൻ എബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പ്രൊഡക്റ്റ് കിട്ടും? യെസ്, CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് കിട്ടുക? ഹോഫ്മാൻ പ്രൊഡക്റ്റ് ആണ് മേജറായിട്ട് കിട്ടുക. ഓക്കെ, ദിസ് ഇസ് ദി മേജർ പ്രൊഡക്റ്റ്. ലെറ്റ്സ് സേ ഇത് B1 β1 β2 ആണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? എബ്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ β1 എക്സ്ട്രാക്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയേനെ? സെയ്ഡ്സഫ് പ്രൊഡക്റ്റ് കിട്ടിയേനെ, സെയ്ഡ്സഫ് പ്രൊഡക്റ്റ്. പക്ഷേ ഒരു ബൾക്കി ബേസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ബിക്കോസ് ഓഫ് സ്റ്റെറിക് ഹിൻഡ്രൻസ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും ഇവിടെ എന്തായിരിക്കും? യെസ്, മേജർ പ്രൊഡക്റ്റ് ഹോഫ്മാൻ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇനി അടുത്തത് എന്താണ്? ആൽക്കൈൽ ഫ്ലൂറൈഡിൻ്റെ കേസ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് കേസാണ്. യെസ്, ഇവിടെയാണ് E1CB മെക്കാനിസം വരുന്നത്. E1CB മെക്കാനിസം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളെ. ഇവിടെ ഇതേപോലെ CH3 CH2 CH ഇതേപോലെ ഒരാളെ നമ്മൾ എടുക്കുകയാണ്. സോറി, നോട്ട് Br. ഇവിടെ എന്തായിരിക്കണം? ഒരു ഫ്ലൂറൈഡ് ആയിരിക്കണം. ഫ്ലൂറൈഡ് CH3. ഓക്കെ, ഇനി ഇവിടെ എന്തായിരിക്കും? യെസ്, നമുക്കൊരു ബേസ് ഉണ്ടാകും. ആൻഡ് നമ്മുടെ ബേസ് ആൽക്കഹോളിക് KOH ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഇവിടെ എന്തൊക്കെയായിരിക്കും? β1 β2. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ലെറ്റ്സ് സേ ഞാൻ ഇതെടുക്കുകയാണ്, ഇവിടെ ഫ്ലൂറിന് പകരം ഞാനിവിടെ Cl എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നമുക്ക് ആൽക്കഹോളിക് KOH ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സിംപ്ലി നമ്മൾ എന്ത് ചെയ്യും? യെസ്, ഈ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യും അല്ലേ. OH- വന്നിട്ട് അബ്സ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? യെസ്, Cl-നെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? യെസ്, നമുക്ക് ഡബിൾ ബോണ്ട് CH3. ഓക്കെ, ഈ മെക്കാനിസം എന്തായിരുന്നു? E2 മെക്കാനിസമാണ്. പക്ഷേ ആൽക്കൈൽ ഫ്ലൂറൈഡിൻ്റെ കേസിൽ E2 മെക്കാനിസം പോസിബിൾ അല്ല. അതെന്തുകൊണ്ടേ? നോക്കൂ, ഇവിടെ ഇപ്പോൾ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ടല്ലേ. ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ ക്ലോറിൻ ആണെങ്കിൽ CCl ബോണ്ട് ആയിരിക്കും. ഇനി ഫ്ലൂറിൻ ആണെങ്കിൽ CF ബോണ്ട് ആണല്ലേ. ആൻഡ് ദ ബോണ്ട് സ്ട്രെങ്ത് ഓഫ് CF ഈസ് ഗ്രേറ്റർ ദാൻ വോട്ട്? CCl. നമുക്ക് ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ ഫ്ലൂറിൻ ഇവിടുന്ന് വിട്ടുപോകത്തില്ല. ഫ്ലൂറിൻ ഇസ് നോട്ട് എ ഗുഡ് ലീവിങ് ഗ്രൂപ്പ്. കാരണം എന്താണ്? ഇവരുടെ ബോണ്ട് സ്ട്രെങ്ത് കൂടുതലാണ്. അപ്പോൾ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ നിന്ന് ഈ ഫ്ലൂറിൻ എന്ത് ചെയ്യത്തില്ല? ലീവ് ചെയ്ത് പോകത്തില്ല, ലീവിങ് ഗ്രൂപ്പായിട്ട് എലിമിനേറ്റ് ആവത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യാത്തത്? E2 റിയാക്ഷൻ ഇവിടെ പോസിബിൾ ആവാത്തത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും നടക്കുക? ഇവിടെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ലെറ്റ്സ് സേ ഇവിടെ ഒരു ഇൻ്റർമീഡിയേറ്റിൻ്റെ ഫോർമേഷൻ നടക്കും. എന്ത് നടക്കും? ഇൻ്റർമീഡിയേറ്റിൻ്റെ ഫോർമേഷൻ. അതായത് ഈ OH- എന്ത് ചെയ്യും? യെസ്, H-നെ അബ്സ്ട്രാക്ട് ചെയ്യേണ്ട വരും. OH- എന്ത് ചെയ്യും? യെസ്, ഈ ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. അതേതാണ് ഇൻ്റർമീഡിയറ്റ്? നോക്കിക്കോളെ. ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കിട്ടുന്നത് എന്താണെന്ന് നോക്കിക്കോളെ. ഇവിടെ ഈ β1-നെയാണ് അബ്സ്ട്രാക്ട് ചെയ്തതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, CH3 ഒരു H അങ്ങ് അബ്സ്ട്രാക്ട് ചെയ്താൽ, ഇവിടെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ മാത്രം. ഓക്കെ, നോക്കിക്കോളെ. ഈ H-നെ അബ്സ്ട്രാക്ട് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ എഴുതാം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു? യെസ്, ഈ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു? യെസ്, CH- CHF
വോട്ട് CH3 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ എന്തായിരിക്കും? ഇതാ ഇവിടെ നിന്ന് അബ്സ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? CH3 CH2 CHF and we will get what? CH2 minus. Okay, and this intermediate is called what? Carbanion. നെഗറ്റീവ് ചാർജ് ആണല്ലേ? കാർബോകാറ്റയോൺ ആണോ? അല്ല, പോസിറ്റീവ് ആണെങ്കിലാണ് കാർബോകാറ്റയോൺ. ഇവിടെ എന്താണ്? ദ ഇന്റർമീഡിയറ്റ് ഇസ് കാർബാനയോൺ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ എന്ത് വിളിക്കുന്നത്? CB എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ പറയൂ, ഇതെന്ത് കാർബാനയോൺ ആണ്? യെസ്, ഫസ്റ്റിലത്തത് എന്താണ്? സെക്കൻഡറി കാർബാനയോൺ ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് എന്താണ്? പ്രൈമറി കാർബാനയോൺ ആണ്. പ്രൈമറി കാർബാനയോൺ. അപ്പോൾ ഏതാണ് കൂടുതൽ സ്റ്റേബിൾ? യെസ്, പ്രൈമറി കാർബാനയോൺ എന്താണ്? മോസ്റ്റ് സ്റ്റേബിൾ ആണ് rather than സെക്കൻഡറി കാർബാനയോൺ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇനി എന്ത് നടക്കും? ഇനി ഓഫ് കോഴ്സ് അടുത്ത സ്റ്റെപ്പിൽ ഇതാ ഇവിടെ നിന്ന് ഇത് ഇങ്ങോട്ടേക്ക് വരും ആൻഡ് ദിസ് വിൽ ഗെറ്റ് എലിമിനേറ്റ്. സോ വി വിൽ ഗെറ്റ് വോട്ട്? നോക്കണേ, പ്രൈമറി കാർബാനയോൺ ആണ് CH3 CH2 CH, ശ്രദ്ധിക്കണേ, FCH2 മൈനസ് FCH2 മൈനസ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ നിന്ന് എന്താവും? യെസ്, ഇവിടെ നിന്ന് ഇത് ഇങ്ങോട്ടേക്ക് വരും, ഫ്ലൂറിൻ എലിമിനേറ്റ് ചെയ്യും ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് വോട്ട്? യെസ്, CH3 CH2 CH ഡബിൾ ബോണ്ട് CH2, വിച്ച് ഇസ് ആക്ച്വലി എന്താണ്? ഒരു ഹോഫ്മാൻ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ സിംപ്ലി ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഇത്ര കാര്യമേ പറയുന്നുള്ളൂ. CF ബോണ്ട് സ്ട്രെങ്ത് എന്താണ്? വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്തിട്ട് ഫ്ലൂറിൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ലീവ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത് എന്താണ്? കാർബാനയോൺ ആണ്. ആൻഡ് കാർബാനയോണിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി കാർബാനയോൺ ഇസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹോഫ്മാൻ പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുക. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ പ്രസൻസ് ഓഫ് ബൾക്കി വേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുഴുവൻ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എലിമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് E1 E2 ആൻഡ് E1 CP കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.